നമസ്കാരം. സാധാരണ നമ്മൾ മാത്രം കണ്ടുവരുന്ന നമ്മുടെ വികൃതി പിടിച്ച പിള്ളേരിൽ മാത്രം കണ്ടുവരുന്ന സാധാരണ സിപ്പുള്ള പിന്നിൽ ഇതുവരെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? മാമ ചിപ്പ് കേടായി. ഇനി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് ബാഗ്. ഈ ബാഗിന്റെ സിപ്പിന് വേറെ ശബ്ദം. ഇനിയിപ്പം നമ്മുടെ ചേട്ടന്മാരെയൊക്കെ ജീൻസിന്റെ സിപ്പ്, എന്റെ ദൈവമേ, ചേട്ടന്മാരെ ജീൻസിന്റെ സിപ്പ് നിർബന്ധമില്ല. അവിടെ ഇരിക്കുന്ന ചേച്ചിമാരെന്നെ കണ്ണുറ്റി പേടിപ്പിക്കുക. ഇപ്പൊ ചേച്ചിമാരും ജീൻസ് ഇടാറുണ്ട്. ഇനി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സാധനം മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണിന്റെ വൈബ്രേഷന്റെ ശബ്ദമുണ്ട്. ഈ മൊബൈൽ ഫോൺ ഒരു മരത്തിന്റെ ടേബിൾ വെച്ചാൽ അതിന് വേറൊരു ശബ്ദം. ഈ മൊബൈൽ ഫോൺ ഒരു ഗ്ലാസിന്റെ ടേബിൾ വെച്ചാൽ അതിനും വേറെ ശബ്ദം. ഇനി പണ്ട് മലയാള സിനിമയിൽ നമ്മുടെ സിനിമാ നടന്മാരെ കണ്ടില്ല, കുതിരപ്പുറത്താണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഈ കുതിരക്കുളമ്പടിക്ക് ഒരു ശബ്ദം ഉണ്ടായിരുന്നു. എവിടെ നമ്മൾ വല്ല മലയാള സിനിമ കാണും, നമ്മൾ നേരെ പോകും നല്ല ഹിന്ദി സിനിമ കാണാൻ. അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ ചേട്ടന്മാർക്ക് ഹിന്ദി സിനിമ ഒന്നും വേണ്ട, എല്ലാവർക്കും നല്ല ഇംഗ്ലീഷ് സിനിമ മതി. അവിടെ മൊത്തം ഡിജിറ്റലാണ്. ഇനി നമ്മളെല്ലാവരും വീട്ടിൽ കോഴീനെ വളർത്താറുണ്ടല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ കോഴീനെ വളർത്തിയ ഈ കോഴി കരയുടെ ഒരു ശബ്ദമുണ്ട്. ഇനി ഈ കോഴിക്ക് എന്തെങ്കിലുമൊക്കെ തീറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് ശബ്ദം ഒന്ന് മാറും. ഇനി കോഴി മുട്ടയിടായിരിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട്. ഇനി ഇട്ട മുട്ട കണ്ടിട്ട് കോഴിക്ക് സന്തോഷമുണ്ട്. ഇനിയിപ്പോ ഇതുപോലെ തന്നെ നല്ല മഴയുള്ള സമയത്ത് നമ്മൾ നല്ല ബൂട്ടിന്റെ ഷോക്കടി വെള്ളത്തിൽ കൂടെ വന്നാൽ നമ്മുടെ ഈ ബൂട്ടിന്റെ ഒരു ശബ്ദം ഉണ്ടാവും. ഇനി എന്ത് കാര്യം ചെയ്യണതിന് മുൻപ് 5-6 തവണ ആലോചിച്ചിട്ട് ചെയ്യുന്നൊരു സാധനമുണ്ട്. നമ്മുടെ കൊതുക് ഈ മനുഷ്യരെ പോലെ എന്ത് കാര്യം ചെയ്യണതിന് മുൻപ് 5-6 തവണ ആലോചിക്കും. അത് ചെയ്യണോ ചെയ്യട്ടെ നോക്കിയോട്ടോ. കറണ്ട് പോയാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമുണ്ട്, ജനറേറ്റർ. ഇനി നമുക്കൊരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം ശ്രദ്ധിക്കാം. ഇനി ഇംഗ്ലീഷ് സിനിമയിൽ മാത്രം കണ്ടുവരുന്ന സാധനം ഡിജിറ്റൽ എയറോപ്ലെയിൻ. ഇനി അടുത്തുണ്ടല്ലോ, എന്റെ ഒരു കൂട്ടുകാരനൊരു കുതിരനെ വാങ്ങിച്ചു. ഇവൻ ചെറുതായിട്ട് മൂളിപ്പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരു പയ്യന. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഇവന് ഈ കുതിരപ്പുറത്തിരുന്ന് മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് പോവാ. താഴേക്ക് നോക്കി ഇവന്റെ കുതിരയുടെ കുളമ്പടി, മുകളിലേക്ക് നോക്കി ഇവന്റെ ഒടുക്കത്തെ മൂളിപ്പാട്ട്. ഇത് രണ്ടും നമുക്ക് ഒരേ സമയത്ത് കേട്ടാലോ? ഇനി 5 ശബ്ദം ഒരേ സമയത്ത് വരുന്ന ഒരു DJ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ നല്ലൊരു കാറിന്റെ അകത്ത് നല്ല DJ പാട്ടൊക്കെ വെച്ച് നമ്മൾ പുറത്തിറങ്ങി നല്ലൊരു എഫക്റ്റ് ഉണ്ട്. ഇനിയിപ്പോ ഇതുപോലെ തന്നെ നിങ്ങൾ ഞാനൊരു എയറോപ്ലെയിന്റെ ടേക്ക് ഓഫിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. ഇത്രയും നേരം എന്റെ മിമിക്രി ആസ്വദിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.